ഭക്തി കൂടിയാൽ ഭൗതിക വിഷയങ്ങൾ നശിച്ചു പോകുമോ എന്ന് പേടിക്കുന്നവരുണ്ട്. ഭക്തി കൂടിയാൽ ഇതൊക്കെ വയസ്സാം കാലത്തുള്ളതല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്, ഭക്തി കൂടിയാൽ മോശമാവില്ല. ഭക്തി കൂടിയാൽ നിങ്ങൾക്ക് ആകെ ഉണ്ടാകുന്നൊരു ഗുണം, ഭക്തി അല്ലെങ്കിൽ ധ്യാനം, മെഡിറ്റേഷൻ, തപസ് കൂടിയാൽ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാതെ ഇതൊന്നും നശിച്ചു പോകുന്നില്ല. പലരുടെ ഒരു ഭയമാണ് ഇമ്പോർട്ടൻസി ഉണ്ടാകുമോ, വിരക്തി വരുമോ എന്നൊക്കെയാണ് ഒരു പേടി. വിരക്തി എന്ന വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതുകൊണ്ടാണ്. വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണോ വേണ്ടയോ എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന യുക്തിയുടെ പേരാണ് വിരക്തി. അല്ലാതെ ഋഷിമാരെല്ലാം ഇമ്പോർട്ടൻസി ഉള്ളവരാണ് എന്നും പറയരുത്. അങ്ങനെയാണെങ്കിൽ അവർ ഈ ഗ്രന്ഥങ്ങളൊന്നും എഴുതില്ല. അതൊക്കെ പാശ്ചാത്യ ചിന്താഗതിയുടെ വാക്യപത്രവും പാപബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ലൈംഗികത എന്ന് പറയുന്നത് ഒരു ഡിവൈനായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഡിവൈൻ പ്രോസസ്സാണ്. അത് മനോഹരമായൊരു കാര്യമാണ്. അതിനെ ഭക്തിപൂർവം കാണേണ്ടതുമാണ്. അതൊരു ബയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞിട്ട്, ഒരു വിശപ്പാണെന്ന് പറഞ്ഞ് കാണുന്നതിനപ്പുറമായിട്ട് അതിനെ വളരെ ഇമോഷണലായിട്ട്, വളരെ എന്താ പറയുക, വളരെ ഡിവൈനായിട്ട് അതിനെ കണ്ടാൽ അതിന് അതിൻ്റേതായ ഒരു ഗുണം നിങ്ങൾക്ക് ജീവിതത്തിൽ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് സെക്സ് ഒരു പാപമാണ് എന്ന് വിചാരിക്കേണ്ട.